2026 ബഡ്ജറ്റ് ഫോൺ ബൈയിങ് ഗൈഡാണ് ഈ വീഡിയോ. ശരിയായിട്ട് എങ്ങനെ നമുക്കൊരു സ്മാർട്ട് ഫോൺ തിരഞ്ഞെടുക്കാം, അതായത് ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ തിരഞ്ഞെടുക്കാം. 2026 ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ വാങ്ങുന്നത് പലർക്കും കുഴപ്പമുള്ള കാര്യം തന്നെയാണ്. എല്ലാ ഫോണുകളും തന്നെ 5G പവർഫുൾ പെർഫോമൻസ്, മികച്ച ക്യാമറ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എല്ലാം ശരിക്കും അത്ര നല്ലതാണെന്നൊന്നുമില്ല. ഈ വീഡിയോയിൽ 2026 ഒരു ബഡ്ജറ്റ് ഫോൺ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം. അങ്ങനെ നിങ്ങൾക്ക് പണം പാഴാക്കാതെ ശരിയായ ഫോൺ തിരഞ്ഞെടുക്കാൻ കഴിയും. അതിനകത്ത് കുറച്ച് പോയിന്റുകളൊക്കെ ഞാൻ പറയുന്നുണ്ട്, മെയിൻ പോയിന്റുകൾ. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്. ഇനി 2026 ബഡ്ജറ്റ് ഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? 2026 ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ എന്നത് ദിവസേന നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കോൾ, സോഷ്യൽ മീഡിയ, വീഡിയോസ്, ഓൺലൈൻ പേയ്മെൻറ്റ്സ്, അതുപോലെ ലൈറ്റ് ഗെയിമിംഗ്, ഇവയെല്ലാം സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു അഫോർഡബിൾ ഫോണാണ്. ടെക്നോളജിയൊക്കെ ഒന്ന് വളർന്നതോടെ ഒരു ബഡ്ജറ്റ് ഫോൺ വളരെയധികം ശക്തവും റിലയബിളൊക്കെ ആയിട്ടുണ്ട്. ഇനി ഫോൺ വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ അത് ഞാൻ പറയാം. ഈ പോയിന്റുകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഒന്നാമത്തെ പോയിന്റ് പെർഫോമൻസ് ആണ്. പെർഫോമൻസ് മീൻസ് പ്രൊസസ്സർ. നമുക്കറിയാം ഫോണിൻ്റെ ബ്രെയിൻ പ്രോസസ്സറാണ്. 2026 ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് തന്നെയാണ്. മൾട്ടി ടാസ്കിങ്, ഫ്യൂച്ചർ ആപ്പ് അപ്ഡേറ്റ്, ലൈറ്റ് ഗെയിമിങ്, ഇവയെല്ലാം ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന മോഡേൺ പ്രോസസ്സറുള്ള ഫോൺ തന്നെ തിരഞ്ഞെടുക്കുക. പഴയ പ്രോസസ്സറുള്ള ഫോൺ കുറച്ച് മാസങ്ങൾക്ക് ശേഷം സ്ലോ ആവും. അപ്പോൾ പ്രോസസ്സറിൻ്റെ റിലീസ് ഡേറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ്, മിനിമം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കുക, വായിച്ചു നോക്കുക, ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സറിനെ പറ്റി ചോദിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, എന്നിട്ടൊക്കെ ഫോൺ എടുക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് റാം ആൻഡ് സ്റ്റോറേജ് ആണ്. 2026 സ്മൂത്ത് എക്സ്പീരിയൻസിന് വേണ്ടി കുറഞ്ഞത് 6GB റാമെങ്കിലും വേണം. 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് നിർബന്ധമായിട്ടും വേണം. അതുപോലെ തന്നെ ആപ്പ്, ഫോട്ടോസ്, സിസ്റ്റം അപ്ഡേറ്റ്, ഇവയെല്ലാം ഇന്ന് കൂടുതൽ സ്റ്റോറേജ് ആവശ്യപ്പെടുന്നുണ്ട്. കൂടുതൽ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ എന്താ, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കുറയും. പിന്നെ അടുത്ത പോയിന്റ് ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. ഒരു നല്ല ഡിസ്പ്ലേ ഫോണിൻ്റെ എക്സ്പീരിയൻസ് മുഴുവനായിട്ടും മാറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്: ഫുൾ HD റെസൊല്യൂഷൻ, അതുപോലെ തന്നെ 90 Hz അല്ലെങ്കിൽ അതിലധികം റിഫ്രഷ് റേറ്റ്, പുറത്ത് ഉപയോഗിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ബ്രൈറ്റ്നസ്. ഒരു നല്ല സ്ക്രീൻ ബഡ്ജറ്റ് ഫോണിനെ പോലും പ്രീമിയം ഫീലാക്കും. ഒന്നുകൂടെ പറയാം, ഒരു നല്ല സ്ക്രീൻ ബഡ്ജറ്റ് ഫോണിനെ പോലും പ്രീമിയം ഫീലാക്കും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബാറ്ററി ആൻഡ് ചാർജിങ് ആണ്. ബഡ്ജറ്റ് ഫോണിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണ്? ബാറ്ററി ലൈഫ് തന്നെയാണ്. 2026 5000 mAh ബാറ്ററി ഉണ്ടെങ്കിൽ ഒരു ദിവസം സുഖമായിട്ട് പോരും. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ സമയം ലാഭിക്കാനും നമുക്ക് സഹായിക്കും. ഇപ്പോൾ എല്ലാ ബ്രാൻഡുകളും ഈ പറഞ്ഞ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. ഈ പോയിന്റ് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. അടുത്ത പോയിന്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ട